നിങ്ങൾ ചെന്നൈ മലയാളിയാണോ? നിങ്ങൾക്ക് നാട്ടിലെ രുചി നാട്ടിലെ റേറ്റിൽ കഴിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു ഹോട്ടൽ ചലഞ്ച്. നമ്മളൊരു യാത്ര പോകുന്ന മധ്യയിൽ നമുക്കൊരു വിശപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കും. ഒരു പഴയ ഹോട്ടൽ. അപ്പോൾ ആ ഒരു അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു പഴയ ആംബിയൻസ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും വന്നപ്പോഴും ഇതിൻ്റെ ഓണർ ഒരു രൂപ പോലും അധികമായിട്ട് ഒരു ഫുഡിനും ഈടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൾക്കൊരു ബിഗ് സല്യൂട്ട്. ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല, ചന്ദനമഴ സീരിയൽ കണ്ടിട്ടേ. അതുപോലെ തന്നെ ഇവിടെ നല്ല നല്ല അപ്പം കിട്ടും. നല്ല അപ്പം ഉണ്ട്. അതുപോലെ തന്നെ നല്ല പൊറോട്ട ഉണ്ട്. നല്ല മുരിഞ്ഞ പൊറോട്ട കിട്ടും. പൊറോട്ട അതിൻ്റെ കൂടെ തന്നെ നല്ല ബീഫ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പൊറോട്ട, ബീഫ്, അങ്ങനെ പുട്ട്, എന്താ പറയുക, ഉച്ചയ്ക്ക് നല്ല ചോറൊക്കെ ഉണ്ട്. എല്ലാം കൂട്ടിയിട്ട് നല്ല ഫുഡുകളാണ് ഇവിടെ. വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള അപ്പം പൊറോട്ടയൊക്കെയാണ്. അപ്പോൾ ഈ അപ്പത്തിലിങ്ങനെ ബീഫൊക്കെ വെച്ച് അതിലൊരു പീസ് ഇങ്ങനെ മുക്കി അങ്ങോട്ട് എടുത്തിട്ട് ഒരു പീസ് അതിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു നല്ലൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ പൊറോട്ടയുടെ കൂടെ പൊറോട്ട ഇങ്ങനെ ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ഒരു പീസ് ബീഫ് അങ്ങനെ ഉരുട്ടി അങ്ങോട്ട് എടുത്തിട്ട് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പുട്ടാണ്. പുട്ടും ബീഫും അറിയാമല്ലോ, നല്ല കോംബോ ആണ്. അതുകൊണ്ട് തന്നെ പുട്ടും ബീഫും ഇവരുടെ കട്ടൻ മലയാളീസ് നിങ്ങൾ വന്നിട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അത് മേടിക്കുക. ഈ ഒരു പുട്ടിങ്ങനെ ഇളക്കി അങ്ങോട്ടൊരു ബീഫായിട്ട് പിടിച്ചതിന് ശേഷം ഒരു കട്ടൻ കൂടെ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ സംഭവം കളറാവും. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. 4 പൊറോട്ട, ഒരപ്പം, ഒരു പുട്ട്, 2 കട്ടൻ, ഒരു ബീഫ് കറി. അപ്പം നിങ്ങൾ റേറ്റ് കണ്ടോ, ഞെട്ടരുത്.